ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു LCHF റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് LCHF റെസിപ്പി ഫോളോ ചെയ്യുന്ന തുടക്കക്കാർക്കുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയയുമായിട്ടാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സെർവ് ചെയ്യുന്നത് ബോയിൽഡ് എഗ് ആണ്. ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് നട്ട്സും 20 ഗ്രാം ബട്ടർ ചേർത്തിട്ടുള്ള ബട്ടർ കോഫിയും സെർവ് ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയി തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ലോ കാർബോഹൈഡ്രേറ്റും ഹൈ ഫാറ്റും അടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണിത്. ഞാനിവിടെ 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ടയെ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്താണ് ഞാൻ ഇതിനെ ബോയിൽ ചെയ്തെടുക്കുന്നത്. ഈ വെള്ളത്തിലോട്ട് തന്നെ ഉപ്പ് ചേർക്കാം. തിളച്ച വെള്ളത്തിലോട്ട് മുട്ട ചേർത്ത് ബോയിൽ ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് മുട്ട ചേർത്ത് ബോയിൽ ചെയ്തെടുത്താലും മതി. മുട്ട വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ ഗുണങ്ങൾ കൂടെ നോക്കാം. 100 ഗ്രാം വരുന്ന ഒരു മുട്ടയിൽ 115 കാലറി ഉണ്ട്. ഇതിൽ 11 ഗ്രാം ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. 373 മില്ലിഗ്രാം കൊളസ്ട്രോളും 125 മില്ലിഗ്രാം സോഡിയവും 126 മില്ലിഗ്രാം പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കാർബോഹൈഡ്രേറ്റ് 1.1 ഗ്രാം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. 100 ഗ്രാം മുട്ടയിൽ 13 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. 10% വൈറ്റമിൻ എ, 5% കാൽസ്യം, 21% വൈറ്റമിൻ ഡി ഇവയും അടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് മുട്ടയെ ബോയിൽ ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇതിനെ നമുക്ക് പ്രഷർ കുക്കർ ഉപയോഗിച്ചും ബോയിൽ ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിൽ 1 or 2 വിസിൽ വരുന്നത് വരെ ബോയിൽ ചെയ്തെടുത്താൽ മതി. ഇനി പാനിലാണ് ബോയിൽ ചെയ്തെടുക്കുന്നതെങ്കിൽ വേണമെങ്കിൽ ഹാർഡ് ബോയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഹാഫ് ബോയിൽ ചെയ്തെടുത്താലും മതി. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാൻ ഇതിനെ 10 മിനിറ്റ് ആണ് ബോയിൽ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ ഈ മുട്ടയുടെ തോടെല്ലാം എടുത്തു കളയുന്നത്. വളരെ ഈസി ആയി തന്നെ നമുക്ക് ഇതിനെ പീൽ ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെ 4 മുട്ടയും ഞാൻ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരാൾക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സെർവ് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആൽമണ്ടും വാൾനട്ടും ആണ് എടുത്തിട്ടുള്ളത്. 4-5 വാൾനട്ട് എടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 10-15 ആൽമണ്ട്സ് കൂടെ എടുക്കാം. അടുത്തതായി മുട്ട എടുക്കാം. ഒരാൾക്ക് 2 മുട്ടയാണ് ഞാൻ ഇവിടെ സെർവ് ചെയ്യുന്നത്. 2-3 മുട്ട സെർവ് ചെയ്യാവുന്നതാണ്. ഓരോരുത്തരുടെയും ഫിസിക്കൽ ആക്ടിവിറ്റീസിനനുസരിച്ചും പ്രോട്ടീന്റെ ആവശ്യത്തിനനുസരിച്ചും 3-4 മുട്ട ഉപയോഗിക്കാം. ഇനി ഞാൻ ബട്ടർ കോഫിയാണ് എടുക്കുന്നത്. കോഫി കപ്പിൽ 20 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കോഫി ഒഴിക്കാം. ഞാൻ ഇതിനൊരു കോഫി ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. കോഫി ഒന്ന് പതഞ്ഞു വരട്ടെ. നമ്മുടെ കോഫി ഇപ്പോൾ നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള കോഫി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബട്ടർ കോഫി തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന LCHF അല്ലെങ്കിൽ കീറ്റോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ബോയിൽഡ് എഗ്ഗും നട്ട്സും ബട്ടർ കോഫിയുമാണ് സെർവ് ചെയ്യുന്നത്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണിത്. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.